കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ വീണ്ടും ചെയ്യാൻ വേണ്ടി പോകുന്നത്. നാട്ടുകാരുടെ പ്രിയപ്പെട്ട മാഷാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ അദ്ദേഹം ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിനെ പറയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ചരിത്ര സ്മാരകമായിട്ടുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മഹാനായിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തിൻ്റെ കുറച്ച് കഥകളിലൂടെ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇവിടെ. ഈ പള്ളിയിൽ കുറേ വർഷങ്ങളായിട്ട് ഹസൻ മൗലവി പാപ്പ എന്ന് ഞങ്ങൾ ആദരവോടെ വിളിക്കുന്ന ഒരു മഹാനായ വ്യക്തി ഉണ്ടായിരുന്നു. ഹാഫിദ് കൂടിയായിരുന്നു. ഈ നാട്ടുകാർക്ക് വളരെ പ്രധാനിയായ ആളായിരുന്നു. എന്ത് വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഓടിയെത്തി അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം അതിന് പ്രതിവിധി എന്താണെങ്കിൽ പറയാറുണ്ട്. അത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഒരു വളരെ വലിയ ആശ്വാസം തന്നെയായി. പാമ്പ് ഇഴജന്തുക്കളുടെ വിഷം തട്ടിയാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം വെള്ളം ഊതിക്കൊടുത്താൽ അതിന് ഉടനടി ശിഫ ഉള്ളതായിട്ട് നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. അതിനുവേണ്ടി ഇവിടെ എല്ലാ വിഭാഗം ആളുകളും വിഷം തീണ്ടിയാൽ ഉടനെ തോട്ടിങ്ങൽ പള്ളിയിൽ പോവുക. ഹസൻ മൗലവി പാപ്പ ഉണ്ടാവും അവിടെ. അദ്ദേഹത്തെ കൊണ്ട് വെള്ളം ഊതിച്ച് കുടിച്ച് ആ വിഷം മറക്കുക എന്നത് ഈ നാട്ടിൽ ഉള്ള ഒരു സമ്പ്രദായമാണ്. എത്രയോ അനുഭവങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലത്തായിരുന്നു അദ്ദേഹം ഇരുന്നത്. പുറത്ത് ആളുകൾ നിൽക്കുന്നുണ്ടാകും. ഇവിടെ ഇങ്ങനെ ചോദിക്കും, വിവരങ്ങളൊക്കെ ചോദിച്ചറിയും. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് അതിനായിട്ട് കണ്ടിരുന്നു. ആ തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി പെട്ടെന്ന് കൊണ്ടുവരാൻ പറയും. അദ്ദേഹം ഇവിടെ ഇരുന്ന് ആ വെള്ളം മന്ത്രിച്ച് പുറത്തുള്ള ആളുകൾക്ക് അങ്ങോട്ട് കൊടുത്ത് അത് കുടിപ്പിക്കും. 5 മിനിറ്റ്. ഈ പള്ളിക്ക് മുൻപിൽ ഒരു വലിയ പാറ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോഴും ആ പാറയുടെ ഒരു ഭാഗം അവിടെ കാണും. ആ പാറപ്പുറത്ത് ഇരിക്കാൻ പറയും കുറച്ച് നേരം. ഒരു 5-10 മിനിറ്റൊക്കെ അവിടെ നിന്ന് വിശ്രമിക്കാൻ വേണ്ടി പറയും. അതിൻ്റെ ശേഷം അദ്ദേഹം, ഞാൻ ഓർക്കുന്നത് കുരുമുളക് കൊടുക്കുക എന്ന്, കറുത്ത കുരുമുളകിൻ്റെ മണി ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും. അത് വായിലിട്ടിട്ട് ചവയ്ക്കാൻ പറയും. അത് ചവച്ചിട്ട് എരിവുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ പൊയ്ക്കോളി, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, വിഷത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് ഈ രോഗിയെ പറഞ്ഞയക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലം കുറേ കൊല്ലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചരമദിനം, വഫാത്ത് ദിനം നമ്മൾ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തും പ്രത്യേകിച്ച് മൗലൂദ് കാര്യങ്ങളൊക്കെ ദുആയും കാര്യങ്ങളൊക്കെ പ്രത്യേകം നടത്താറുണ്ട്. അതിൽ തന്നെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകരാണ് ആ വിഷയം കാര്യമായി ഏറ്റെടുത്ത് ഇവിടെ നടത്തി വരുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് 1989 ഫെബ്രുവരി മാസം 19-നാണ്. മുഹമ്മദ് അലി മാഷ് തൊട്ടിയൻ, ഉപ്പാൻ്റെ പേര് തൊട്ടിയൻ കുഞ്ഞുമരക്കാരാജി എന്നാണ്. ഈ നാട്ടുകാരൻ തന്നെയാണ്. വളാഞ്ചേരിക്കടുത്ത് എടയൂർ പഞ്ചായത്തിലെ പൂക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ നാട്ടിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ അബ്ദുറഹ്മാൻ നഗർ, AR നഗർ ഹൈസ്കൂളിൽ ഞാൻ കുറച്ച് കാലം ഉണ്ടായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപാണ് അതൊക്കെ. അവിടുന്ന് ട്രാൻസ്ഫറായി പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫറായി പോയി. അവസാനം ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളം MSM ഹൈസ്കൂളിൽ HSA ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ 20 വർഷത്തെ ലീവിന് സൗദിയിൽ പോയി. അങ്ങനെ അവിടെ 20 വർഷം വർക്ക് ചെയ്തു. ആ സമയത്താണ് നമ്മൾ ഒരുമിച്ച് അവിടെ ഉണ്ടാകുന്നത്. അദ്ദേഹം ഈ നാട്ടിൽ ജനിച്ച ആളല്ല. അദ്ദേഹത്തിൻ്റെ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കിഴക്ക് വശത്തായിട്ട് കുളത്തൂർ എന്ന് പറയുന്ന അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട് എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം പക്ഷേ ഇവിടെ ചെറുപ്പകാലം മുതലേ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. ഈ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ താമസവും വീടും ഒക്കെ തന്നെ. പിന്നെ അദ്ദേഹത്തെ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തെ ഒരു ഭയഭക്തിയോടെ കാണുന്ന ഒരാളായിരുന്നു. എല്ലാവരും സാധാരണ പതിൽ പറയുന്ന ഒരു വർത്തമാനമാണല്ലോ. എന്തൊക്കെ വർത്തമാനം വെച്ചാൽ സുഖം തന്നെ എന്ന് പറയും. ചിലപ്പോൾ അയാൾ അങ്ങേയറ്റം കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലായിരിക്കും വരുന്നത്. എന്നാൽ പോലും കുഴപ്പമൊന്നുമില്ല, റാഹത്താണ്, സുഖമാണെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ആ ഒരു പ്രയോഗം അനുസരിച്ച് നമ്മളൊക്കെ സാധാരണ ഇതിൽ ആ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ് എന്ന് പറയും. സുഖം തന്നെ അല്ലേ എന്ന് ഒന്നുകൂടെ അദ്ദേഹം ചോദിക്കുമ്പോൾ നമുക്ക് ചിരിയും വരും. അത് ഒരു വല്ലാത്തൊരു ചോദ്യമാണ് എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. കാരണം നിങ്ങൾ കളവാണോ പറയുന്നത് എന്നതിലേക്ക് കൂടിയുള്ള ഒരു ചൂണ്ടുപലകയായിട്ടാണ് എനിക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം ഒരു 1 അല്ലെങ്കിൽ 2 ഷർട്ട് മാത്രമേ ജീവിതത്തിൽ ധരിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ കണ്ടത് അത്രയാണ്. ഒരു പുതിയ ഷർട്ട് ധരിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഏകദേശം 80 വർഷത്തോളം ജീവിച്ച ആ മഹാൻ 80 വർഷത്തിനിടയ്ക്ക് ഒരു പുതിയ ഷർട്ട് തുന്നിയിട്ടതായിട്ട് ഞാൻ കുറേ കാലം 10-20-25 വർഷം ഞാൻ അടുത്ത് ബന്ധപ്പെട്ടിരുന്ന ആളാണ്. പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വെളുത്ത തുണി എടുക്കുമ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് തുണി വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അത് ധരിക്കുന്നതിന് മുൻപ് നല്ലോലൊന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് അത് ധരിക്കുകയുള്ളൂ.
സത്യത്തിൽ നമ്മൾക്ക് സാധാരണ തീരെ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ അതിപ്പോൾ കൊണ്ടുവന്നല്ലേ, കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നല്ലേ, ഇപ്പോൾ അത് കഴുകണമെന്ന് ഞാൻ തന്നെ ചോദിച്ചു. അപ്പോൾ എന്നോട് ഇത് കഴുകാൻ പറഞ്ഞപ്പോഴേ അപ്പോൾ അത് കഴുകണം എന്ന് പറഞ്ഞു. അതെന്താ ഇന്ന് ഞാൻ എൻ്റെ ഡൗട്ട് സംശയം കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അതിപ്പോൾ 100% ശുദ്ധി ഉണ്ടാവുന്ന എന്താ അപ്പോൾ നമുക്ക് ഉറപ്പ്? അത് എവിടെ നിന്നൊക്കെ വരുന്നതാണ്? ചിലപ്പോൾ ആളുകൾ ചവിട്ടിയിട്ടുണ്ടാകാം, ചിലപ്പോൾ ആ ചവിട്ടിയ സ്ഥലത്ത് എന്തെങ്കിലും നജസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നില്ലല്ലോ, നമുക്ക് അറിയണില്ലല്ലോ. അപ്പോൾ ഒന്ന് കഴുകണത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് തന്നെ അദ്ദേഹം പുതിയ വസ്ത്രം കഴുകിച്ച് ധരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയാണ് നമുക്കെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളാരും ചിന്തിക്കാത്തൊരു വലിയ ലളിത ജീവിതം ഒന്ന്, മറ്റൊന്ന് സൂക്ഷ്മത. ജീവിതത്തിൻ്റെ സൂക്ഷ്മത വളരെ വലുതാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ പള്ളി നമുക്കറിയാം, ഇതിൽ ഡേറ്റ് കണ്ടല്ലോ, 1904 എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, വെള്ളിയാഴ്ച എന്ന് എഴുതി കാണുന്നുണ്ട്. വെള്ളിയാഴ്ച തറക്കല്ലിട്ട ദിവസം ആകണം അത് എന്ന് പറഞ്ഞാൽ 120 വർഷം പ്രായമുള്ള ഒരു പള്ളിയാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം സത്യം പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയി എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കുമെന്ന് തോന്നുന്നു. പരസഹായം ആവശ്യമായി വന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹം ഒരു വിവാഹം കഴിച്ചത്. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 70 വയസ്സെങ്കിലും ആയി കാണും അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ഈ പൂക്കാട്ടിരി മഹല്ലിലെ ജുമാഅത്ത് പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം സത്യത്തിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നാട്ടിന് തന്നെ, നാട്ടുകാർക്ക് വലിയൊരു നഷ്ടമായിട്ടാണ് ഞങ്ങൾ ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നത്.